സൈക്കിളിലും കാളവണ്ടിയിലും ഒക്കെ റോക്കറ്റ് ഭാഗങ്ങൾ എത്തിച്ച് ആ ഒരു തുടക്കത്തിൽ നിന്ന് ഇന്ത്യ ലോകത്തെ തന്നെ മുൻനിര ബഹിരാകാശ ഏജൻസികളിൽ ഒന്നായത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാവോ? ആ വിനീതമായിട്ടുള്ള തുടക്കത്തിൽ നിന്ന് ഇന്ത്യയുടെ ആ ഒരു കുതിപ്പ് ഉണ്ടാകുന്നത് അങ്ങ് തിരുവനന്തപുരത്ത് നിന്നാണ്. 1963 തിരുവനന്തപുരത്തെ കടലോര ഗ്രാമമായ തുമ്പയിൽ നിന്നാണ് അതിന്റെ തുടക്കം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അഭിമാനമായ ISROയെ കുറിച്ചാണ്. ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആ ബഹിരാകാശ ചരിത്രത്തെക്കുറിച്ചാണ്. വെൽക്കം ടു എൻട്രി ഡീപ് ഡൈവ്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യയെ പരിഹസിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണ് നമ്മുടെ ആകാശത്ത് തിളങ്ങുന്ന ഓരോ ഇന്ത്യൻ ഉപഗ്രഹങ്ങളും. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ കഠിനാധ്വാനത്തിന്റെ കഥ കൂടിയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പാദമുദ്ര പതിപ്പിച്ച ആദ്യ രാജ്യമെന്ന ഖ്യാതി ഇന്ത്യ നേടിയതും വെറുതെ ഒന്നുമല്ല. ഇനി എന്തുകൊണ്ടാണ് തുമ്പ തന്നെ വിക്ഷേപണ കേന്ദ്രമായിട്ട് തെരഞ്ഞെടുത്തതെന്നറിയോ? അതിനൊരു സയന്റിഫിക് ആയിട്ടുള്ള വശം കൂടിയുണ്ട്. അതാണ് മാഗ്നറ്റിക് ഇക്വേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയുടെ കാന്തിക ഭൂമധ്യരേഖ കടന്നു പോകുന്നത് തുമ്പയിലൂടെയാണ് എന്നതുകൊണ്ടാണ് തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിങ് സ്റ്റേഷൻ അവിടെ സ്ഥാപിതമായിട്ടുള്ളത്. അവിടുത്തെ പഴയ ഒരു പള്ളി മുറിയായിരുന്നു അന്ന് ശാസ്ത്രജ്ഞരുടെ ഓഫീസ് എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിക്കാൻ നമ്മൾ സോവിയറ്റ് യൂണിയന്റെ സഹായമാണ് തേടിയത്. പക്ഷെ സ്വന്തമായ ഒരു വിക്ഷേപണ വാഹനം വേണം എന്നുള്ള വാശി നമ്മുടെ ഓരോ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ SLV-3യുടെ രൂപീകരണത്തിലേക്ക് എത്തി. അതിന് നേതൃത്വം കൊടുത്തത് ആരാണെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം തന്നെ. ഒന്ന് ഓർക്കുക, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് നമ്മുടെ ഈ വിക്ഷേപണങ്ങളുടെ എല്ലാം ഈറ്റില്ലം എന്ന് പറയുന്നത്. നമ്മുടെ ചാന്ദ്ര ദൗത്യങ്ങളൊക്കെ ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ളതാണ്. 2008 ഒക്ടോബർ 22 ചാന്ദ്രയാൻ 1 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുമ്പോൾ അത് ലോകത്തിന് പുതിയ ഒരു ചരിത്രം സമ്മാനിക്കുകയായിരുന്നു. ചന്ദ്രനിലെ ജലത്തിന്റെ അംശം കണ്ടെത്തി അന്ന് ഇന്ത്യ ലോകത്തെ ഞെട്ടിച്ചു. പിന്നീട് 2019 ചാന്ദ്രയാൻ 2 എന്ന ദൗത്യം സോഫ്റ്റ് ലാൻഡിങ്ങിന് തൊട്ടു മുൻപ് പരാജയപ്പെട്ടപ്പോൾ വിതുമ്പിക്കരഞ്ഞ ISRO ചെയർമാനെ ആശ്വസിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖം നമ്മൾ ആരും മറന്നിട്ടില്ല. 2023 ഓഗസ്റ്റ് 23 ആ കണ്ണീരിന് ഇന്ത്യ മറുപടി നൽകി. ചാന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചുംബിച്ച നിമിഷം ഇന്ത്യ ആ പോയിന്റിന് ശിവശക്തി പോയിന്റ് എന്ന് പേരിട്ടു. ഓഗസ്റ്റ് 23 ഇനി ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനം കൂടിയാണ്. അടുത്തത് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമായ മംഗൾയാനാണ്. മംഗൾയാൻ എന്തുകൊണ്ടാണ് ലോക രാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയതെന്നറിയോ? ഒരു ഹോളിവുഡ് സിനിമ എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം പൂർത്തിയാക്കിയ ഏക രാജ്യം ഇന്ത്യ എന്നതുകൊണ്ടാണ്. 2013 നവംബർ 5 വിക്ഷേപിച്ച മംഗൾയാൻ ഇന്ത്യയുടെ സാങ്കേതിക കരുത്തിന്റെ വിളംബരം കൂടിയായിരുന്നു. ചാന്ദ്ര ദൗത്യത്തിനും ചൊവ്വാ ദൗത്യത്തിനും ശേഷം ഇന്ത്യയുടെ ശ്രദ്ധ സൂര്യനിലേക്കും തിരിഞ്ഞു. ആദിത്യ L1 ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം വിജയകരമായി മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു. അടുത്തത് ഗഗൻയാനാണ്, ഇന്ത്യയുടെ അഭിമാനകരമായ ദൗത്യം. ഇന്ത്യൻ ആളുകളെ ഇന്ത്യൻ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന അപൂർവ ദൗത്യം. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരിലൊരാൾ മലയാളിയായ പാലക്കാട്ടുകാരൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണെന്നതും നമുക്ക് ഇരട്ടി മധുരമാണ്. തുമ്പയിലെ സെന്റ് മേരീസ് മഗ്ദലീൻ പള്ളിയിൽ നിന്ന് തുടങ്ങിയ ആ പരീക്ഷണങ്ങൾക്ക് ഇന്ന് നക്ഷത്രങ്ങളോളം തിളക്കമുണ്ട്. ചെറിയ പരിശ്രമങ്ങളിൽ നിന്ന് വലിയ വിജയങ്ങളിലേക്ക് എത്തിയ ISROയുടെ ചരിത്രം നമുക്കും പ്രചോദനമാണ്. ആകാശം നമുക്ക് അതിരല്ല, ഒരു തുടക്കം മാത്രമാണ്.